ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പണ്ടെല്ലാം വയ്ക്കുന്ന ഒരു ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ടിട്ടുള്ളൊരു പുളിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അരിമുളകൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് പിന്നെ അതിൽ ചെറിയ ഉള്ളി കുറച്ച് തോല് കളഞ്ഞ് വെളുത്തുള്ളിയും തോല് കളഞ്ഞത് കൂടെ ഇട്ട് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടൊക്കെ പടന്ന് കഴുകി അമ്മിയിൽ ചതച്ചെടുക്കുക. അപ്പം വെളുത്തുള്ളി ആദ്യം ചതച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് അരിമുളകും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ അത് നമ്മൾ പാളാക്കം കൊണ്ടാണ് കേട്ടോ വടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഞാനല്ല വെച്ചിരിക്കുന്നത്, ഇത് നമ്മളെ തൊട്ട വീട്ടിലെ ഒരു ചേച്ചിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്പെഷ്യലാണ് ഇത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവർ പുളി ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി നിങ്ങൾ തന്നെ വെക്കുന്നത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവർ ഉള്ളിയും അരിമുളകും കൂടെ ചതച്ച് ആ പാളാക്കും കൊണ്ട് കയ്യിലൊന്നും ആക്കാണ്ട് ആ എരിവൊന്നും തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാളാക്കും കൊണ്ടാണ് അവരത് കോരി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട്ടിൽ തന്നെയല്ലേ വെക്കുന്നത്, അത് കാരണം കൊണ്ട് അടുപ്പിലാണ് ഇവർ വെക്കുന്നത്. ഇവർ വീട്ടിൽ സ്റ്റൗവൊന്നുമില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചതച്ചിട്ട് ചീഞ്ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് അവർ വിറക് കത്തിച്ച് പിന്നെയാണ് ഇതിലേക്ക് എണ്ണ ഒഴിക്കുന്നത്. 2 സ്പൂണ് എണ്ണ ഒഴിച്ചിരിക്കുന്നു. പുളി അവരൊരു കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ ഉള്ളിയൊക്കെ ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഇതിലേക്ക് ഒഴിച്ചു. ഇനി അതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ അടിപൊളി പുളി റെഡിയായിട്ട്. ആ വെളുത്തുള്ളിയുടെയും പിന്നെ ഉള്ളി അരിഞ്ഞിട്ടത് പച്ചമുളക് അതിൽ ആ എരിവ് പിടിക്കാനാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എല്ലാവരും ചെറിയ ഉള്ളി അങ്ങനെ ഇട്ടിട്ട് ചതക്കലാണ് പതിവ്. പക്ഷേ ഇവർ അരിഞ്ഞിട്ടിട്ട് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ആ മുളക് അതിലേക്ക് പിടിക്കുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നല്ല പുളി തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു വാസന ഉണ്ട് കേട്ടോ. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പുളിയുടെയും ആ കറിവേപ്പിലയും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അങ്ങനെയുള്ള നല്ല വാസനയുള്ളത്. ഇപ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞ് വാങ്ങി വെച്ചവർ ഇനി അവരൊരു ജഗ്ഗിലേക്കാണ് അവരത് പുളി ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ.